ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ വയുനസ്സിലുൽ ഗൈഥ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാന്റെ അവസാനത്തെ ആയത്താണ്. 5 കാര്യങ്ങൾ അല്ലാഹുക്കല്ലാതെ ലോകത്ത് മറ്റൊരാൾക്കറിയില്ല. അതിന് പറയുന്നത് തന്നെ മഗീബാത്തുൽ ഖംസ്, പരമരഹസ്യമായ 5 കാര്യങ്ങൾ. അല്ലാഹ് പറയുകയാണ്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, ഖിയാമത്ത് നാൾ എന്നാണ് സംഭവിക്കുന്നതെന്ന് അല്ലാഹുക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഈ ലോകമെന്നാണ് അവസാനിക്കുക, ഈ പ്രപഞ്ചമെന്നാണ് തകരുക, ഈ ആകാശമെന്നാണ് പിളരുക, ഈ നക്ഷത്രമെന്നാണ് അടരുക, അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, അല്ലാഹുക്കല്ലാതെ ലോകാവസാനം എന്നെന്ന് മറ്റാർക്കും അറിയില്ല. ഒന്നാമത്തെ കാര്യം ഇതാണ്. ബാക്കി 4 കാര്യം നമ്മുടെ വിഷയവുമായി ബന്ധമില്ലെങ്കിലും സഹോദരങ്ങളെ, മനസ്സിൽ ഈമാൻ ഉറക്കാനൊന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിനെ മാത്രം അറിയുന്ന രണ്ടാമത്തെ കാര്യമേതാ? വയുനസ്സിലുൽ ഗൈഥ, എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അല്ലാഹുക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ആകാശത്തു നിന്ന് എപ്പോഴാണ് മഴത്തുള്ളി ഭൂമിയിലേക്ക് വരിക കാലാവസ്ഥക്കാരന്റെ അനുമാനമല്ല, അതെപ്പോഴാണ് പെയ്യുന്നതെന്നറിയാൻ ലോകത്ത് അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് സാധ്യമല്ല. 3 വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിയുടെ അവസ്ഥ എന്താ, അവനാണാണോ പെണ്ണാണോ എന്നറിയാൻ അല്ലാഹുക്കല്ലാതെ ലോകത്തും മറ്റൊരു മന്ത്രവാദിക്കും കഴിയില്ല. എന്റെ സഹോദരങ്ങളെ, ഒരു വെറ്റില നിരത്തലിനും കഴിയില്ല. എപ്പോഴാണ് നമ്മൾ അറിയുന്നത്? സ്കാൻ ചെയ്താൽ അറിയുന്നത് 4 മാസത്തിന് ശേഷമാണ്. പിതാവിന്റെ മുതുകിൽ നിന്ന് ഇന്ദ്രിയ തുള്ളിയായി അത് മാതാവിന്റെ 10 സെന്റിമീറ്റർ നീളമുള്ള 8 സെന്റിമീറ്റർ വീതിയുള്ള അണ്ഡാശയത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ രക്തക്കുടലിലൂടെ സഞ്ചരിച്ചു പോകുമ്പോ 20 കോടിയോളം വരുന്ന പുരുഷ ബീജങ്ങളിൽ നിന്ന് ഒരു ബീജത്തെ മാത്രം തെരഞ്ഞെടുത്ത് പെണ്ണിന്റെ അണ്ഡാശയവുമായിട്ട് കൂട്ടിയോജിക്കുമ്പോ പുരുഷന്റെ ബീജവും ഈ പെണ്ണിന്റെ അണ്ഡവും തമ്മിൽ ഗർഭാശയമെന്ന് ആർക്കും കാണാത്ത ഇരുട്ടറയിൽ വെച്ച് ഒരുമിച്ച് കൂടുമ്പോ ആ ഒരുമിച്ച് കൂടലിലൂടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അതാണാണോ പെണ്ണാണോ എന്ന് പറയാൻ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ അല്ലാഹുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയുകയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിനക്കിനി പിറക്കാൻ പോകുന്നതാണാണോ, നിനക്ക് പിറക്കാൻ പോകുന്നത് പെണ്ണാണോ, ഇത് അല്ലാഹുക്കല്ലാതെ മറ്റൊരാൾക്കറിയാമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് ഖുർആനീക ദർശനത്തിന് വിരുദ്ധമാണ്. അല്ലാഹ് പറയുന്നു, വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിയുടെ അവസ്ഥ എന്താന്ന് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. 4 വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, ഒരു മനുഷ്യ ശരീരത്തിന് നാളെ എന്താണ് സംഭവിക്കുക, തൊട്ടടുത്ത നിമിഷം ഇന്ന് ഈ കസേരയിൽ ജീവനോടെ ഇരിക്കുന്ന നാം ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമോ, അതല്ല ഇവിടെ നിന്ന് ശ്വാസോച്ഛ്വാസം നിലച്ചു പോകുമോ, നമ്മുടെ കുട്ടികളെ നാം കാണുമോ, നാളത്തെ സൂര്യോദയം കാണുമോ, ഒരിക്കൽ കൂടി സൂര്യകിരണങ്ങൾ നമ്മുടെ രോമങ്ങളെ തഴുകി തലോടുമോ, നാളത്തെ പ്രഭാതം നിനക്ക് കാണാൻ കഴിയുമോ, കിടന്നുറങ്ങിയ ഉറക്കറ നിന്റെ മരണശയ്യയാകുമോ, ഇന്നലെ കട്ടിലിൽ കിടന്ന നീ അടുത്ത നിമിഷം സന്തൂക്കിൽ കിടക്കുമോ, പറയാൻ അല്ലാഹുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, ഒരു ശരീരത്തിന് ഒരു മനുഷ്യന് അടുത്ത നിമിഷം എന്താ സംഭവിക്കുക? സഹോദരങ്ങളെ, നമ്മളല്ലേ കണ്ടത്, നമ്മുടെ നഗരത്തിലല്ലേ കണ്ടത്, പോലീസിന്റെ ഒരു പരിപാടിയുടെ ഭാഗമായി മോക്ക് ഡ്രില്ല് നടക്കുകയാണ്. ഒരു പാവം
RMSIയുടെ നേരെ ലോറി പാഞ്ഞു വരുന്നു. ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഇത് പോലീസിന്റെ പരിശീലനത്തിന്റെ പരിപാടിയാണെന്ന്. ആ ലോറി വന്ന മനുഷ്യനെ പാവം ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ശരീരത്തിലൂടെ ആ വാഹനം കയറുമ്പോഴും ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നവർ വിശ്വസിക്കുന്നു അയാൾ മരിക്കുകയല്ല, അയാൾ കൊല്ലപ്പെടുകയല്ല, ഇത് പോലീസിന്റെ അഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് കരുതി, മോക്കില്ലെന്ന് പറയുന്ന സാങ്കല്പികമായ പരിശീലനമാണെന്ന് കരുതി എല്ലാവരും നോക്കി നിൽക്കുമ്പോ ഒരു വാഹനത്തിന്റെ മുമ്പിൽ കിടന്നൊരു പാവപ്പെട്ട സബ് ഇൻസ്പെക്ടർ തകർന്നരിഞ്ഞു മരിക്കുന്നത് കണ്ടു നിന്നത് കൊല്ലം നഗരത്തിന്റെ ജനവാസികളെ നിങ്ങളാണ്. അയാൾ മരിക്കുകയാണെന്ന് ഒരു പച്ച മനുഷ്യന്റെ മുകളിലൂടെ ഒരു വാഹനം കത്തിക്കയറി കിടന്ന് അയാൾ ചതഞ്ഞരഞ്ഞ് ഭിത്തിയുടെയും വാഹനത്തിന്റെയും ഇടയിൽ കിടന്ന് ചതഞ്ഞരയുമ്പോ അപ്പോഴും തൊട്ടെടുക്കുന്നവൻ അറിയുന്നില്ല അയാൾ നിലവിളിക്കുന്നത് വേദനയെടുത്തിട്ടാണെന്ന്. അയാളുടെ അറയുടെ കീഴ്പോട്ട് ചതഞ്ഞരഞ്ഞു പോയിട്ടാണ് ആ മനുഷ്യൻ നിലവിളിക്കുന്നതെന്ന് തൊട്ടടുത്ത് നിൽക്കുന്നവന് പോലും അറിയില്ല. ഇതാണ് മരണം, ഇതാണ് മരണം, ഇതാണ് മരണം. സഹോദരങ്ങളെ, മരണമെന്ന് പറയുന്നത് മരിക്കുന്നവന്റെ മുന്നിലും അവൻ മരിക്കുന്നു എന്നറിയാതെ മരവിച്ചു നിൽക്കുന്നവനായി മനുഷ്യൻ മാറിപ്പോകുമ്പോ മരണമേ നീ എന്നെ മാടി വിളിക്കുന്നു, ഒരു കാമുകിയായി ഞാൻ നിന്നീലലിയുന്നു. അള്ള പറയുന്നു, മനുഷ്യ നീ എത്ര വളർന്നാലും വിവര സാങ്കേതിക വിദ്യ നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിന്നാലും എപ്പോഴാണ് നീ മരിക്കുന്നതെന്ന് പറയാൻ, നാളെ നിനക്കെന്താണ് പറയുന്നതെന്ന് കഴിയാൻ ഡാവിഞ്ചിയുടെ രഹസ്യ കോഡ് വായിക്കാൻ നിനക്ക് കഴിഞ്ഞേക്കാം. ജനിതക കോഡ് വായിക്കാൻ കഴിഞ്ഞപ്പോ ജനിതക കോഡ് ലോകശാസ്ത്രം മുഴുവനും ജനിതക കോഡിന്റെ രഹസ്യം വായിച്ചപ്പോ അന്നത്തെ അമേരിക്കയുടെ പ്രധാനമന്ത്രി ബിൽ ക്ലിന്റൺ പറഞ്ഞതെന്തെന്നറിയുമോ? ദൈവത്തിന്റെ രഹസ്യ ഭാഷ നമ്മളും വായിക്കാൻ തുടങ്ങി. ജനിതക കോഡിന്റെ രഹസ്യ ഭാഷ വായിച്ചപ്പോ അന്ന് ബിൽ ക്ലിന്റൺ പറഞ്ഞതെന്തെന്നറിയുമോ? ദൈവത്തിന്റെ രഹസ്യ ഭാഷ മനുഷ്യൻ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കടാ, വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കടാ. നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം നിനക്ക് പ്രായമുള്ളപ്പോ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു. ആ മലക്കിനോട് പറഞ്ഞു, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഇവൻ എത്ര നാൾ വരെ ജീവിക്കുമെന്നൊന്ന് എഴുതി വെക്കുക, അവന്റെ തലച്ചോറിലൊന്ന് എഴുതി വെക്കുക, ഇവൻ എന്നാണ് മരിക്കുന്നതെന്ന് എഴുതി വെക്കുക. സഹോദരങ്ങളെ, ഇത് മാറ്റിയാൽ ഈ തലച്ചോറ് കാണാൻ പൊട്ടിച്ചെടുത്താല് വായിക്കാൻ കഴിയുമോ നിനക്ക്? വായിക്കാൻ കഴിയുമോ നിനക്ക്? തലച്ചോറ് വെട്ടിപ്പിളർന്നിട്ട് തലച്ചോറിന്റെ ഭാഗം മുറിച്ചു മാറ്റിയിട്ട് മറിച്ചൊരു തലച്ചോറ് ഫിറ്റ് ചെയ്യുന്ന മനുഷ്യ, ആ തലച്ചോറിന്റെ എവിടെയൊക്കെയോ എഴുതി വെച്ച അല്ലാഹുവിന്റെ ഭാഷ നിനക്കറിയുമോ? അല്ലാമുൽ ഗുയൂബായ സത്താറുൽ ഗുയൂബായ അല്ലാഹുവിന്റെ ഭാഷ നിനക്ക് വായിക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല മനുഷ്യ, നിനക്ക് കഴിയില്ല. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു മനുഷ്യ ശരീരത്തിന് നാളെ എന്താണ് സംഭവിക്കുക അത് അല്ലാഹുക്കല്ലാതെ പറയാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. 5 വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരു മനുഷ്യൻ എവിടെയാണ് മരിക്കുന്നതെന്ന് പറയാൻ നീ ജനിച്ചെടുത്താണോ നീ മരിക്കുക? മുഗൾവറയിൽ ജനിച്ചവനെ ഇവിടെയാണോ നീ മരിക്കുക? കൊല്ലം ജില്ലയിൽ ജനിച്ചവനെ ഈ കൊല്ലത്താണോ നീ മരിക്കുക? പറയാൻ അല്ലാഹുക്കല്ലാതെ കഴിയില്ല.